ലോദാത്തോ യേശു ക്രിസ്തു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ്. തിരുസഭ പ്രധാന മാലാഖമാരുടെ മുഖ്യദൂതന്മാരായിട്ടുള്ള ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും മിഖായേലിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം. ഈ മൂന്ന് മാലാഖമാരിൽ പ്രധാനിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. മലാഖ് എന്നറിയപ്പെടുന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം മെസ്സഞ്ചർ എന്നാണ്, ദൂത് പോകുന്നവനെന്നാണ്. മലാഖ് അദോണായി എന്ന് പറയുന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതുമായി പോകുന്നവനെന്നാണ്. ഇങ്ങനെയുള്ള ദൂതന്മാരിൽ പ്രധാനിയാണ് ഗബ്രിയേലും റഫായേലും മിഖായേലും എന്ന് പറയുന്ന മാലാഖമാർ. ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗബർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കോട്ട എന്നാണ്. ദൈവം കോട്ട കെട്ടി സംരക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ കോട്ട, ദൈവത്തിൻ്റെ ഫോർട്ട്. ഈ ഗബ്രിയേൽ മഹാദൂതനെയാണ് ദൈവം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അടുത്തേക്ക് ദിവ്യദൂതുമായി അയക്കുന്നത്. ഈ ഭൂമിയിലേക്ക് രക്ഷകൻ പിറക്കാൻ പോകുന്ന ആ വലിയ വാർത്ത അറിയിക്കുന്നത് ഗബ്രിയേൽ എന്ന് പറയുന്ന മഹാദൂതൻ വ്യക്തിയാണ്. മിഖായേൽ എന്ന് പറയുന്ന ദൈവദൂതൻ്റെ പേരിൻ്റെ അർത്ഥം, മിക്ക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഫൈറ്റ് എന്നാണ്. ദൈവം യുദ്ധം ചെയ്യുന്നു, ദൈവം തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു, ദൈവം തിന്മയെ അകറ്റി നിർത്തുന്നു. സ്വർഗത്തിൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ തിന്മയുടെ ശക്തിയുമായിട്ട് നിരന്തരം കലഹത്തിലേർപ്പെട്ടിരിക്കുന്ന, യുദ്ധം ചെയ്യുന്ന മുഖ്യദൂതനാണ് മിഖായേൽ എന്ന് പറയുന്ന ദൂതൻ. റഫായേൽ എന്ന് പറയുന്ന ദൂതൻ്റെ ചിത്രം നമുക്ക് തെളിയുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിലാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ സുഖപ്പെടുത്തുന്നവനായ ദൈവത്തിൻ്റെ ചിത്രമാണ് റഫായേൽ മാലാഖയിലൂടെ നമുക്ക് ലഭിക്കുക. റോഫെ എന്ന് പറയുന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം തന്നെ സുഖപ്പെടുത്തുന്നവൻ അഥവാ ഡോക്ടർ എന്നാണ്. ദൈവം സുഖപ്പെടുത്തുന്നവനാണ്. ഈ മൂന്ന് പ്രധാന മാലാഖമാരുടെ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു മാലാഖയെ തന്നിട്ടുണ്ട്. ഈ മാലാഖയുടെ സാമീപ്യം അനുഭവിക്കുവാനും ആ മാലാഖയോട് നിരന്തരം ഒരു ബന്ധം പുലർത്തുവാനും പ്രാർത്ഥിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ സ്വന്തം നമ്മുടെ മാലാഖയുള്ള പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ ഏഞ്ചൽ ഓഫ് ഗോഡ്, ടു ഹൂസ് കെയർ ഐ ആം കമ്മിറ്റഡ് ബൈ ദ ഡിവൈൻ ക്ലെമൻസി, എലൈറ്റൻ, ഡിഫെൻഡ്, ഡിറക്റ്റ് ആൻഡ് ഗവൺ മീ. ഇന്നത്തെ ദിവസം കൊല്ലം രൂപതയിലെ സെമിനാരി വിദ്യാർത്ഥികളെയും അച്ഛന്മാരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് റാഫേൽസ് ഡേ ആണ്. റാഫേൽസിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം രൂപതയുടെ മൈനസ് സെമിനാരി, സെയിൻറ്റ് റാഫേൽ സെമിനാരി വിശുദ്ധ റഫായേൽ മാലാഖയുടെ സംരക്ഷണത്തിൽ സമർപ്പിക്കപ്പെട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ കൊല്ലം രൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വൈദിക സഹോദരങ്ങൾക്കും അവിടെ പഠിച്ചിട്ടുള്ള എല്ലാ സെമിനേരിയൻസിനും എക്സെമിനേരിയൻസിനും എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ സംരക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വത്തിക്കാൻ സിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.